തോമ ഈ കാട്ടിൽ എന്നാ പരിപാടി? ചില ഇഞ്ചത്തൊലി വെട്ടുന്ന രംഗമായി കാണുന്നത്. ഓ, ഇത് പെരുമ്പാമ്പ് കയറി കിടക്കുന്ന പോലെയാണല്ലോ. മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ചിക്കിപ്പണഞ്ഞ് കിടക്കുന്നുണ്ടോ? കിടക്കുന്നതുണ്ടോ? ഇതുകൊണ്ടോ കിടക്കുന്നതുണ്ടോ? ഓ, ഇതിനെ ഇങ്ങനെ വളർത്തി വിട്ടത്. കിടക്കട്ടെ എന്ന് കരുതി. ഇതുകൊണ്ടോ കിടക്കുന്നതുണ്ടോ? അപ്പോൾ ഇഞ്ച കയറുന്ന മരം അവൻ തീർക്കുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇഞ്ചത്തലയും ഒരു തലയും ഇടിച്ച് മൂർഖമാവന്റെ തലയും ഇഞ്ചത്തലയും മൂർഖനെയൊക്കെ ഇടിച്ച് തകർക്കണമെന്നാ പറയുന്നത്. ചെറുപ്പത്തില് ഇടിച്ച് തകർക്കുന്ന പറയുന്നത്. മൂർഖൻ വന്നാലും കൊത്തിയാ തീർന്നില്ലേ? ഇഞ്ച കയറിയാ മരം നശിപ്പിക്കും. അപ്പൊ അത് രണ്ടും പക്ഷേ ചെറുപ്പത്തിലെ അവനെ കണ്ടു. ദൂഷ്യമുള്ള ഒരു സാധനം കൊണ്ടൊരു ഗുണമുണ്ട്. അതെന്തായിരിക്കും? എന്നറിയോ? ഈ ഇഞ്ചയുടെ തൊലി കൊണ്ടൊരു ഉപയോഗമുണ്ട്. പറയോ? അപ്പൊ തേച്ച് കുളിക്കാനാ ഉദ്ദേശിക്കുന്നത് അല്ലേ? തേച്ചുകുളി. ഇഞ്ചത്തലി എടുത്ത് കാണിക്കാം. ഇത് അപ്പൊ ഇത് പതഞ്ഞു വരുമോ? ഇത് ഇങ്ങനെ ചതച്ച് ഇങ്ങനെ പറിച്ചെടുക്കുക. ഇങ്ങനെ ഇത് കണ്ട പോരുന്നുണ്ടോ? ഈ സാധനം ഇപ്പൊ ഇതിവിടെ വെച്ച് വെട്ടി. ഇതാണ് ഇഞ്ചത്തൊലിക്ക് മാത്രമാണ് ഈ ഇത്. അത് കല്ലേ വെച്ച് ചതച്ചാലേ അവൻ മയപ്പെടുള്ളൂ. മയപ്പെടുള്ളൂ. അതായത് ഇങ്ങനെ വിട്ടുപോയല്ലേ? ചതഞ്ഞ് നിൽക്കുള്ളൂ. വിട്ടുപോലെ എന്ത് ചെയ്താലും ഇത്. അപ്പൊ തേച്ചുകുളിക്ക് അത്യുത്തമോ? അതെ. ഇപ്പൊ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടോ? ഇത് കണ്ടോ? ഇത് സ്പോഞ്ച് പോലെ. അപ്പോൾ ഇത് ഈ സാധനമാണ് നമ്മൾ ചെറുപ്പകാലഘട്ടങ്ങളിലും എല്ലാം പണ്ട് കാലത്ത് ഇഞ്ചത്തൊലി ഇട്ട് തേച്ച് തൊഴിച്ചുകൊള്ളുക. അതായത് ഇത് വിസ്തരിച്ചുള്ള കുളി മുഖത്തിട്ട് പിടിക്കാം. വേറെ ഒരു തൊലിയും എൻ്റെ അറിവിൽ ഉണ്ടായിരിക്കും. എൻ്റെ അറിവിൽ വേറെ അല്ല. ഇത് മാർദ്ദം ഉണ്ടെന്ന് തന്നെയല്ല, അതിന് ഇത് നല്ല പതഞ്ഞു വരും. ഇതിന് ആയുർവേദമാണ്. അപ്പോൾ ഇതുകൂട്ട് ഈ നമ്മുടെ ഷാമ്പു പതയുന്ന പോലെ പതയും. അതായത് ഇത് പച്ചയായിട്ട് പോലെ ഇത്ര സ്മൂത്ത്നെസ് ആണ്. ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ്. അല്ല, ഈ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ നല്ല പത വരും. ഇതിപ്പോ നല്ല ഇഴുകലും ഉണ്ടോ? ചെളി മുഴുവൻ ഊർന്നു പോകും. എന്നിട്ട് പോലും നമുക്ക് നല്ല മിനുസമാണ്. അല്ലെന്ന് ശരീരത്തുള്ള സർവ്വ ചെളികളും ഊർന്നു പോകാൻ ഈ ഇഞ്ച ചതച്ചിട്ട് തിരുമ്മി കുളിച്ചാൽ മതി. ഇന്നത്തെ തലമുറക്ക് അറിയത്തില്ലാണ്ടല്ലോ, ആരും മെനക്കെടാറില്ല. ഇപ്പൊ ഷാമ്പു ഒക്കെ അല്ലേ ഉള്ളു ഇഷ്ടം. ഷാമ്പു കൊണ്ട് മെനക്കെടാറില്ല. രണ്ടാമത് ഇഞ്ച കണ്ടിട്ടുമില്ല. ഇഞ്ച എന്നാന്ന് പോലും അറിയത്ത് പോലും ഇല്ല. അല്ലെന്ന് ഇത്രയും ബുദ്ധിമുട്ട് ഈ തൊലികളൊക്കെ ശേഖരിക്കാൻ ആരും മുതിരിയല്ല. പക്ഷെ പണ്ടത്തെ ഷാമ്പു ആണ്. താളി ഇഞ്ച ചതച്ചത്. അപ്പൊ ഈ പ്രദേശത്ത് കിടക്കുന്നതിൽ ഇത്ര മണ്ണുള്ള ഒരു ഇഞ്ച ഇത് മാത്രമുള്ള എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് വെട്ടി നമുക്ക് തൊട്ടുങ്കപ്പടിയെ കൊണ്ടുപോയാലോ? എടുത്താലോ? ഒരു ദിവസം മെനക്കെട്ടാക്കാം. തോമ, ഇത് ഒരു അസൽ പാമ്പ് മരത്തെ കയറി പിണഞ്ഞു കിടക്കുന്ന പോലെയല്ലേ ഇവന്റെ വേഷം കണ്ടോ? ആ മരത്തിനെ അവൻ നശിപ്പിച്ചു അല്ലേ? അത് തീർന്നു പോയി. ആ മരം പോയി, ഈ മരം പോയി. രണ്ടു മരം അവൻ തകർത്തു. ഇത് ഉണങ്ങി കളഞ്ഞു. തേക്ക് മരം വരെ അവൻ തകർത്തു കളഞ്ഞു. അപ്പൊ ഏത് കഠിന മരങ്ങളും ഇവൻ തകർക്കും. അതല്ല ഇഞ്ചത്തലയും മൂർഖമാവനെയും കണ്ടു കഴിഞ്ഞാൽ തല്ലി ചതക്കണമെന്ന് പറയുന്നേ. അത്രയ്ക്ക് കൂടിയ മൂർഖനാണ് ഓടി വന്ന് കുത്തും അല്ലേ? അതിനെക്കുറിച്ച് പറയുമ്പോഴേ, പണ്ട് ഞാനിങ്ങനെ തോടിന്റെ സൈഡിൽ കൂടെ നിന്നപ്പോൾ ഒരു ഭയങ്കര കാടിളക്കിക്കൊണ്ട് ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വരമ്പായി ഇങ്ങനെ നിൽക്കുക കണ്ടത്തിന്റെ. അപ്പോൾ ഇതെന്നാ സാധനമാണെന്ന് അറിയത്തില്ല. ഞാൻ ഉടുമ്പാന്നാ ഓർത്തു. ഉടുമ്പിങ്ങനെ കാടെല്ലാം കൂടെ ഇളക്കി മുറിഞ്ഞോണ്ട് വരുമല്ലോ. വന്ന ഇടകഴിത്തോണ്ട് വരലിയിലേക്ക് ചാടി ഒന്ന് ഞെട്ടി. ഞാൻ വരമ്പ നിൽക്കല്ലേ, എന്നാ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇവന് അടുത്ത നിമിഷം ഇത് ആ വരലിന്ന് വരമ്പോട്ട് കയറുക. എൻ്റെ നേരെ ഇവനിക്ക് വരുക. അപ്പം എൻ്റെ നേരെ ഒരു 10 അടി അകലത്തിൽ വന്നു. അപ്പം ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഈ പാമ്പിനെ ഒച്ച കേട്ട ഇവൻ തിരിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്ന് കാരണന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചവിട്ടുക വരമ്പയിൽ ഇങ്ങനെ ചവിട്ടി ഉള്ള പേടിച്ച് വടിയുണ്ടെ എനിക്ക് പേടിയില്ലായിരുന്നു. എൻ്റെ ഒരു ആയുധം ഇല്ല. ചവിട്ടിയപ്പോൾ തലപൊക്കി ഒന്ന് നോക്കി പത്തി വിരിച്ച്. ഞാൻ ഈ കണ്ണി നോക്കി നിന്നാൽ ചിലപ്പോൾ നേരെ വരും. ഞാനൊരു അലസ ഭാവത്തിൽ തല പയ്യെ ഒന്ന് ശരിച്ചു. അന്നേരം ഇവന് വരലിലേക്ക് തന്നെ ചാടി. ഇല പോയിന്ന് കണ്ടില്ല. ഉള്ള ജീവൻ പോയൊരു സമയം. കരിമൂർഖൻ. ഇപ്പൊ ഇത് കാണുമ്പോൾ അതായിരിക്കും ഓർമ്മ വരുന്നത്. ഈ ഇഞ്ചിയൊക്കെ കണ്ടപ്പം പെരുമ്പാമ്പാന്ന് ഞാൻ വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.